ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് രണ്ട് തരത്തിലുള്ള വിശേഷങ്ങളാണ് ക്രിക്കറ്റ് പണ്ഡിതർക്കിടയിലുള്ളത്. ബാറ്റർമാരുടെ അഭിപ്രായത്തിൽ അത് റൺസുകളുടെ ബാറ്റർമാരുടെ പറദീസ. ബോളർമാരുടെ അഭിപ്രായത്തിൽ ബോളർമാരുടെ ശവപ്പറമ്പ്, ചത്തപിച്ച് എന്നൊക്കെയാണ്. അതായത് ബാറ്റർമാർ ആഘോഷിക്കപ്പെടുകയും ബോളർമാർ കരിഞ്ഞു വീഴുകയും ചെയ്യുന്ന ചിന്നസ്വാമിയിൽ കുറേ കാലം ചെണ്ടയായി വാഴ്ത്തപ്പെട്ടവനായിരുന്നു മുഹമ്മദ് സിറാജ്. 7 വർഷം RCBയിൽ കളിച്ച ശേഷം അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് പോയപ്പോൾ വളരെ വൈകാരികമായിട്ട് തന്നെയാണ് സിറാജ് അതിനെ കണ്ടത്. ഇന്നലെ നടന്ന മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ശേഷം സിറാജ് അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ 7 വർഷത്തോളം ഇവിടുത്തെ പുത്രനായിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം തിരികെ എൻ്റെ മണ്ണിലേക്ക് തിരിച്ചു വന്നിട്ടും എനിക്ക് നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ചിന്നസ്വാമി എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടതാണ്. വൈകാരികമായിട്ട് 7 വർഷം ഞാൻ ചിലവഴിച്ച ഈ RCBയിൽ നിന്ന് ഞാൻ പോകുമെന്ന് കരുതിയതല്ല. പക്ഷെ തിരിച്ചു വന്നപ്പോഴും അവിടെ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നും ഇതെൻ്റെതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ സിറാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള 3 വിക്കറ്റുകൾ വെറും 13 സംതിങ് റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ടാണ് നമ്മളുടെ സിറാജ് സ്വന്തമാക്കിയത്. 13 അല്ലല്ലോ, 16 സംതിങ് റണ്ണ് വിട്ടുകൊടുത്തിട്ടാണ് നമ്മുടെ സിറാജ് സ്വന്തമാക്കിയത്. ആ 3 വിക്കറ്റുകളും ജയ്ജാൻ്റെ വിക്കറ്റുകളാണ്. ഒന്ന് അവർക്ക് വേണ്ടി വളരെ മനോഹരമായിട്ട് RCBക്ക് വേണ്ടി അടിച്ചു തുടങ്ങിയ ഫിൽ സാൾട്ടിൻ്റെത്. പിന്നീട് പ്രതിസന്ധികളിൽ അവരുടെ രക്ഷകനാകും എന്ന് വിശ്വസിക്കപ്പെടുന്ന അൺസോൾഡ് ആയതിനു ശേഷം പിന്നീട് ടീമിലേക്ക് എടുത്ത ദേവദത്ത് പടിക്കൽ, അതിനുശേഷം അവസാനം ആളിക്കത്തിയ ലിയോങ് ലിവിങ്സ്റ്റൺ. ഇത്രയും താരങ്ങളുടെ വളരെ നിർണായകമായിട്ടുള്ള 3 വിക്കറ്റുകളാണ് ആൾ സ്വന്തമാക്കിയത്. പിന്നെ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി രാജസ്ഥാൻ റോയൽസ് വിട്ടുവന്ന ജോസ് ബട്ട്ലർ അടി തുടങ്ങി. ജോസേട്ടൻ മാരക ഫോമിലാണ് എന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. 38 പന്തിൽ നിന്നാണ് ജോസ് ബട്ട്ലർ 70 റൺസിന് മേലെ അടിച്ച് കയറ്റിയത്. പിന്നെ സായി സുദർശൻ, റുദർഫോർഡും എല്ലാം അവർക്ക് വേണ്ടി നന്നായിട്ട് ബാറ്റ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയണം. ബട്ട്ലറും സുദർശനും ഒക്കെ ഇത്ര നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് ആ ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം മുഹമ്മദ് സിറാജിന് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ്. ബാറ്റർമാരുടെ പറുദീസയായ ബോളർമാരുടെ ശവപ്പറമ്പായിട്ടുള്ള RCBയിൽ 3 നിർണായകമായിട്ടുള്ള വിക്കറ്റുകൾ അധികം അടികൊള്ളാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇറങ്ങി തീർത്ത സ്പെല്ലുകൾക്ക് മത്സരത്തിൻ്റെ വലിപ്പമുണ്ട്. സോ സിറാജിൻ്റെ സ്വന്തമാണ് ചിന്നസ്വാമി. അവിടുത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം കിട്ടിയതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. വേറെ ഒരു സാധനം കൂടി പറയാനുണ്ട്. 2024 IPL ഗുജറാത്ത് ടൈറ്റൻസും RCBയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് നിർണായകമായിട്ടുള്ള വിക്കറ്റുകൾ പിഴുതെടുത്തുകൊണ്ട് അന്ന് RCBയുടെ ജേഴ്സിയിൽ അല്ലെങ്കിൽ RCBയുടെ കളറിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ അതേ സിറാജ് ഇന്ന് GTയുടെ കളറിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടുന്നു എന്ന് പറയുമ്പം ക്രിക്കറ്റിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാവ്യനീതികളും കോയിൻസിഡൻസുകളും ഒക്കെ ഇതിനോടൊപ്പം എടുത്തു പറയാം.